വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 9ാമത്തെ ചാപ്റ്ററാവും ഞങ്ങൾ ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയെ നോവിക്കാതെ. ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. അഥവാ ആ നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ അത്രയും ഭാഗം എളുപ്പം ഒന്ന് വായിച്ചു തരാം. എഴുതാനുള്ളവരൊന്ന് എഴുതിയെടുത്തോണം കേട്ടോ. നമുക്ക് അടുത്ത മെയിൻ എക്സാം വരുന്നുണ്ടോ നിങ്ങളെ. അപ്പം 9ാമത്തെ ചാപ്റ്ററാണ്. ഇത് എഴുതിയെടുക്കാത്തവർ ഇതങ്ങ് എഴുതിയെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി നോട്ടുണ്ടോ നിങ്ങളെ അതും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ ബേണിംഗ് ഓഫ് ഗാർബേജ് ആൻഡ് എയർ പൊല്യൂഷൻസ്. നോക്കണേ, മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും എങ്ങനെയൊക്കെയാണ് നോക്കൂ നിങ്ങളെ. പ്ലാസ്റ്റിക് ബീം ബേൺഡ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എയർ ഗെറ്റ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക്. ഈ പുക മൂലം വായു മലിനമാകുന്നു. നോക്കിക്കോണേ, പ്ലാസ്റ്റിക് ബീങ് ബേൺഡ്. ഇത് ഫസ്റ്റ് പാർട്ടി പറഞ്ഞാൽ നിങ്ങളെ. കണ്ടവർ ഇച്ചിരി സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത കണ്ടോ കേട്ടോ. കാണാത്തവർക്ക് വേണ്ടി ഇതൊന്നും എളുപ്പം ഒന്ന് പറയുന്നേ ഉള്ളൂ. കാരണം ടെസ്റ്റ് ഇതിൽ വായിക്കുന്നില്ല. നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയേ ഞാൻ ടെസ്റ്റ് വായിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക്. ഇനി ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നു. എന്താ അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ ടു ഈസി ഫ്ലോ ഓഫ് വാട്ടർ സ്റ്റോപ്പ്. നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എന്താവും നിങ്ങളെ ഈ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ജലാശയങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുന്നു. ഇനി പാതയോരങ്ങളിൽ മാലിന്യം കൂട്ടിവെക്കുന്നു. ഡംപിങ് വേസ്റ്റ് എലോങ് സ്ട്രീറ്റ്. എന്താവും നിങ്ങളെ റോഡിലൊക്കെ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഓരോന്നൊക്കെ കൊണ്ടുവെക്കത്തില്ലേ. അപ്പോൾ എന്താ ഫൗൾ സ്മെല്ല് സ്പ്രെഡ് അറൗണ്ട്. അമിതമായ ദുർഗന്ധം ഉണ്ടാകുന്നു. പിന്നെ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോഴോ പാത്തോജൻസ് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ രോഗവാഹകരായ ജീവികൾ അല്ലേ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീവികൾ അവിടെ കിടന്ന് പെരുകുന്നു എന്നാണ്. 4 നോക്കണേ നിങ്ങൾ കേട്ടോ. ഓരോന്നും നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാകുന്നത്? ഡംപിങ് അല്ലേ. നോക്കിയേ, പ്ലാസ്റ്റിക് വേസ്റ്റേജ് വാട്ടർ ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് കൊണ്ടിടുന്നത് കൊണ്ട് എന്തൊക്കെയാണ്? പിന്നെ ഡംപിങ് വേസ്റ്റ് എലോങ് സ്ട്രീറ്റിൽ വേസ്റ്റൊക്കെ കൊണ്ടുവച്ചാൽ എന്തൊക്കെയാണ്? പബ്ലിക് പ്ലേസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ആ 4 കുറിച്ചുമാണ് നമ്മളത് കഴിഞ്ഞ പാർട്ട് ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് 2ാമത്തെ ചോദ്യം. വാട്ട് കെമിക്കൽസ് സബ്സ്റ്റൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് വെൻ പ്ലാസ്റ്റിക് ഈസ് ബേൺഡ്? ഹൗ ഡു ദേ അഫക്റ്റ് അവർ ഹെൽത്ത്? ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും? അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കണേ നിങ്ങളെ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. എന്തൊക്കെയാ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാകുന്നത്? ഒന്ന് കാർബൺ മോണോക്സൈഡ്. ഈവൻ വെൻ എ സ്മാൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി പ്രോബ്ലംസ് ലൈക്ക് ഹെഡേക്ക്, ഫാറ്റീഗ്, blurred visions and memory loss occurs. Inhalations of a large quantity of carbon monoxide lead to death എന്ന് വെച്ചാൽ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങല്, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ. കൂടുതൽ അളവിൽ ഇത് ശ്വസിച്ചാൽ മരണത്തിന് വരെയും കാരണമാകുന്നു എന്നാണ് ഏതാ കാർബൺ മോണോക്സൈഡ്. അതുപോലെയാണ് സൾഫർ ഡയോക്സൈഡ്. ഇത് കോസസ് വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. നമുക്ക് ഹൃദയസ്പന്ദമായ അസുഖങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ ഈ സൾഫർ ഡയോക്സൈഡ് അമിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാകുമെന്ന്. അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ്, അതും റെസ്പിറേറ്ററി ഡിസീസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് നൈട്രജൻ ഡയോക്സൈഡ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ പർട്ടിക്കുലർ മാറ്റർ ആൻഡ് ഡയോക്സിൻസ് എന്നല്ല അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അത് അഥവാ എഴുതിയെടുക്കാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ കുഞ്ഞുങ്ങളെ. പാർട്ട് 1 കേട്ടോ. പാർട്ട് 1 ആയിട്ട് ഇട്ടിട്ടില്ല, ആകെ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഇത് ഫുൾ നോട്ടായിട്ട് ഇടാനാണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയെടുക്കാത്തവരെ എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയാണോ അറിയാൻ വയ്യാത്തത് അവിടെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ 2. ഇനി 3ാമത്തത്. വിച്ച് ആർ ദ എലമെന്റ്സ് ഫൗണ്ട് നാച്ചുറലി ഇൻ എയർ? വായുവിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ? നമ്മുടെ വായുവിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ. നോക്കണം, ഏറ്റവും കൂടുതൽ അടങ്ങിയ ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്, 78%. ഇനി കാർബൺ ഡയോക്സൈഡോ 0.04%. ഓക്സിജനോ 21% ഓക്സിജനാണ്. മറ്റുള്ള അതർ പാർട്ടിക്കിൾസ് 0.96% കേട്ടോ. ഈ 4 അളവൊന്ന് അറിഞ്ഞിരിക്കട്ടെ നിങ്ങളെ. നമ്മുടെ അന്തരീക്ഷത്തിലല്ലേ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് കേട്ടോ, മറക്കല്ലേ. ഓക്സിജൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഓക്സിജൻ്റെ അളവ് 21
പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഇനി വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് കോമ്പോണൻറ്റ്? നമ്മളിപ്പോൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. ഓക്സിജൻ്റെ അളവ് 21%. അത്രയും നല്ലപോലെ പഠിക്കണേ നിങ്ങൾ. ഏത് സ്പീഡിൽ പോകുന്നത് ഇന്നലെ ഞാൻ ഇട്ടത് കൊണ്ടാണ്, ഒട്ടും എഴുതിയെടുക്കാത്തവർക്ക് വേണ്ടിയാവും നിങ്ങൾ ഇത് ഞാൻ വീണ്ടും ഇടുക. അടുത്ത എയർ പൊല്യൂഷൻസ്, വായു മലിനീകരണം. എയർ പൊല്യൂഷൻസ് ഈസ് കോസ്ഡ് ബൈ ദ മിക്സിംഗ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അതായത് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അന്തരീക്ഷവായുവിൽ സ്മോക്ക്, പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലം അന്തരീക്ഷം മലിനമാകുന്നതാണ് വായു മലിനീകരണത്തിന് കാരണം. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെയൊക്കെ വായു മലിനീകരണത്തിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എഴുതണേ നിങ്ങൾ കേട്ടോ. നല്ല നോക്കി, ഇംഗ്ലീഷും മലയാളം ഉണ്ട്. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലം അന്തരീക്ഷം മലിനമാകുന്നതാണ് വായു മലിനീകരണത്തിന് കാരണം. ഇനി വായു മലിനീകരണത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ? എന്താ? മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനം അല്ലേ, പിന്നെ അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, കാട്ടുതീ മുതലായവയെല്ലാം എന്താ? വായു മലിനീകരണത്തിന് കാരണമാണ്. 7 ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇപ്പം ഈ വായു മലിനീകരണത്തിന് കാരണം ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, കോസസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താ കുഞ്ഞുങ്ങളെ? ഇൻഡിസ്ക്രിമിനേറ്റ്. ആ വാക്ക് നോക്കിക്കോണേ, വായിക്കാൻ പറ്റണേ കുഞ്ഞുങ്ങളെ. ഇൻഡിസ്ക്രിമിനേറ്റ് കേട്ടോ, ഇൻഡിസ്ക്രിമിനേറ്റ്. പിന്നെ എന്ന് വെച്ചാൽ വിവേചനരഹിതമായ കേട്ടോ. ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻ ദ മെയിൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻസ്. വൈൽഡ് ഫയർ, വോൾക്കാനിക് ഇറപ്ഷൻസ്, എർത്ത് കേക്ക്, കമ്പഷൻ ഓഫ് സബ്സ്റ്റൻസ് എക്സെട്ര ആൾസോ കോസസ് എയർ പൊല്യൂഷൻ അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതിലെ? അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, കാട്ടുതീ, ഇങ്ങനെയൊക്കെയുള്ളത് അതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല അല്ലേ? അത് പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ, അതെല്ലാം എന്താ? എയർ പൊല്യൂഷന് കാരണമാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ, വിച്ച് ആർ ദ മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് വെൻ ഫ്യൂവൽസ് ആർ ബേൺഡ്? ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കൾ. അത് ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ? കാർബൺ അതായത് നമ്മൾ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ, നമ്മൾ ഓരോന്ന് കത്തിക്കത്തില്ലേ, ഈ കത്തിക്കുമ്പോൾ എന്താ പുറത്തു വരുന്ന രാസ വസ്തുക്കൾ ഏതെല്ലാമാണ്? എന്തൊക്കെയാ? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പർട്ടിക്കുലർ മാറ്റർ. അതായത് മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യം. ഞാൻ സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ, ഇത് നോട്ട് എഴുതിയെടുക്കാത്തവർക്ക് വേണ്ടി, കാരണം നമ്മൾ 1ാമത്തെ പാർട്ട് ഇതെല്ലാം ഇട്ടതാണ് കേട്ടോ. അഥവാ ഇനി ആ ലിങ്ക് കിട്ടാത്തവർക്ക് ഇത് ഉപയോഗപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം വാട്ടർ മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻസ് ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽസ്. ഓക്കെ കുഞ്ഞുങ്ങളെ, പാചക ഇന്ധനങ്ങൾ നമ്മൾ കത്തുന്നത് മൂലം, പാചക ഇന്ധനം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, അടുക്കളയിൽ കത്തിക്കുന്ന അടുപ്പ് അല്ലേ? നമ്മൾ സാധാരണ അടുപ്പ്, അതുപോലെ തന്നെ മണ്ണെണ്ണ കൊണ്ടുള്ള അടുപ്പുണ്ട്, പിന്നെ ഗ്യാസ് ഉണ്ട് അല്ലേ? ഇത് പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. അതും എന്തൊക്കെയാ? കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനി നിർമ്മിക്കണം. പിന്നെ എന്താ? പ്രോപ്പർ വെന്റിലേഷൻ, മതിയായ വെന്റിലേഷൻ വേണം. പിന്നെ സ്മോക്ക്ലെസ് സ്റ്റൗവ്, എന്താ കുഞ്ഞുങ്ങളെ? പുകയില്ലാത്ത അടുപ്പ് വേണം. അവോയ്ഡിങ് പാർഷ്യൽ ബേണിങ്, പൂർണ്ണ ജ്വലനം ഉറപ്പാക്കുക. യൂസസ് ഓഫ് പൊല്യൂഷൻ ലെസ് ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ? മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അത് കിട്ടാനുണ്ടോ ഇല്ലയോ? യൂസസ് ഓഫ് പൊല്യൂഷൻ ലെസ് ഫ്യൂവൽ, മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 4 എണ്ണവേലും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങൾ. 5 എണ്ണം പഠിക്കണം. 5 എണ്ണം പഠിച്ചെങ്കിലേ എന്താ നമുക്ക് 4 എണ്ണവേലും പരീക്ഷകളിൽ ചെന്നിരിക്കുമ്പോൾ ഓർമ്മ വരത്തുള്ളൂ അല്ലയോ? അത് സത്യമല്ലേ? അപ്പം പ്രധാനപ്പെട്ടത് മാത്രമേ തരുന്നുള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. 9 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഇനി 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ? 10 നോക്കിക്കേ, ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾ അഫക്റ്റ് ദ എയർ? പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? പെട്രോളും ഡീസലും ഒക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയുള്ള വാഹനങ്ങളുടെ ഈ വർധനവ്, ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലേ, നമ്മുടെ ബുക്കിൽ കിടപ്പുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും എത്രയാണ്? 2013 ആയപ്പോഴത്തേക്ക് എത്രയായിരുന്നു? 80 ലക്ഷം ആയിരുന്നു വാഹനങ്ങളുടെ എണ്ണം. പിന്നെ അത് 2023 ആയപ്പോഴത്തേക്ക് 1,60,63 ലക്ഷമായിട്ട് അതങ്ങ് മാറി. അപ്പം ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അത് പെട്രോളോ ഡീസലോ, ഈ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്? ടു സ്മോക്ക് ആൻഡ് ഗ്യാസ് ഫ്രം ദീസ് പൊല്യൂട്ട് ദ എയർ. വാഹനങ്ങളിൽ നിന്നുള്ള പുക മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ആ ഒരൊറ്റ വരി എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇനി ഹൗ ഡസ് ദ യൂസസ് ഓഫ് വെഹിക്കിൾ ലൈക്ക് ബൈസൈക്കിൾ ബെനിഫിറ്റ് ദ എൻവയോൺമെൻറ്റ്? നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ സൈക്കിളിനെ കുറിച്ച്. ഇന്നലെ നമ്മളത് പറഞ്ഞു കുഞ്ഞുങ്ങൾ കേട്ടോ. പറഞ്ഞത് മാത്രമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. നിങ്ങൾ വിചാരിക്കും ഇത് ഇവിടെ പോവും ഇത്രയും സ്പീഡിൽ നിന്ന്. സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാകും? പരിസ്ഥിതിക്ക് നമ്മുടെ സൈക്കിൾ ഓടിക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് നോക്കി. ഹെൽപ്പ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണം എന്താ? കുറയുന്നു. വായുവിൻ്റെ
മലിനീകരണം കുറയ്ക്കുന്നു. പിന്നോ റെഡ്യൂസ്ഡ് നോയിസ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നു. റെഡ്യൂസ്ഡ് ട്രാഫിക് ആൻഡ് കൺജക്ഷൻ അല്ലേ, ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നത് സഹായിക്കുന്നു അല്ലേ. അപ്പം 3 പ്രധാനപ്പെട്ടത് നോക്കി 3 എന്നേ കുഞ്ഞുങ്ങൾ എഴുതിയേക്കുന്നത്. അതെങ്കിലും അങ്ങ് പഠിക്കണേ. നമ്മുടെ സൈക്കിൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ പെട്രോൾ ഡീസൽ ഇവയൊന്നും ഇല്ലാതെയുള്ള വാഹനങ്ങൾ അല്ലേ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്. ഇനി ഹൗ ക്യാൻ ലിമിറ്റ് എയർ പൊല്യൂഷൻ ഡ്യൂ ടു വെഹിക്കിൾ, വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കുഞ്ഞുങ്ങളെ നോക്കണേ. വാഹനങ്ങളുണ്ടല്ലോ, നമ്മുടെ വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാവുന്ന ചോദ്യം കണ്ടോ. എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം നോക്കണേ. മിനിമൈസ് ദ യൂസ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അല്ലേ, വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. യൂസ് ലെസ് പൊല്യൂട്ടിംഗ് ഫ്യൂവൽസ് ഇൻ വെഹിക്കിൾ, മലിനീകരണം കുറഞ്ഞ ഇന്ധനങ്ങൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുക. യൂസ് വെഹിക്കിൾസ് ലൈക്ക് ബൈസൈക്കിൾ, സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. യൂസ് ഓഫ് പബ്ലിക് വെഹിക്കിൾ, നമ്മൾ ട്രെയിനോ ബസ്സോ അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലായിട്ടും ഉപയോഗിക്കുക എന്നതാണ്. ഓക്കെ, അടുത്ത 13ാമത്തെ സ്മോക്ക് ടെസ്റ്റിംഗ് ഓഫ് വെഹിക്കിൾ നെസസറി. നമ്മൾ അതുവരെയാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പുക പരിശോധന കേന്ദ്രം അല്ലേ, സ്മോക്ക് ടെസ്റ്റിംഗ് പുക പരിശോധന കേന്ദ്രം എല്ലാ വാഹനങ്ങളിലും അല്ലേ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാ നോക്കിയേ. ബൈ സ്മോക്കിംഗ് ടെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ വെഹിക്കിൾ എമിഷൻസ് കണ്ടെയ്ൻ മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഡ്യൂ ടു എൻജിൻ ഫെയിലർ, ഏജ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ അതിൻ്റെ 2 വരിയെ തന്നിട്ടുള്ള 2 വരി പഠിക്കണം കേട്ടോ. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിഷൻ എമൗണ്ട് ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ്. നിങ്ങളുടെ ടെസ്റ്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പുക പരിശോധനയെക്കുറിച്ച് കേട്ടോ. സ്മോക്ക് ടെസ്റ്റിങ് എന്താ നിങ്ങളെ, വാഹനങ്ങളുടെ പുകയിൽ കേട്ടോ, വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിനാൽ വാഹനങ്ങളുടെ പുകയിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അനുവദനീയമായതിനാൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ, അതിനകത്തിൽ കൂടുതൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ, കെമിക്കൽ സബ്സ്റ്റൻസ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പുക പരിശോധന നടത്തുന്നു. 1ാമത്തെ വരിയുടെ അർത്ഥം. എന്തിനാണ് ഈ പുക പരിശോധന നടത്തുന്നത്? നമ്മുടെ വാഹനങ്ങളുടെ പുക, വാഹനങ്ങളുടെ ഉള്ളിലെ പുകയില്ലേ കുഞ്ഞില്ലേ, വാഹനങ്ങളുടെ പുകയിൽ അതിന് അനുവദനീയമായ രീതിയിൽ അതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. ഇനിയോ എന്തൊക്കെയാണെന്ന് നോക്കി. എൻജിൻ ഫെയിലർ ആണോ, നമ്മുടെ എൻജിൻ എന്തെങ്കിലും തകരാറുണ്ടോ, ഏജ് ഓഫ് വെഹിക്കിൾ കാലപ്പഴക്കം ചെന്ന വാഹനമാണോ, ഇന്ധനങ്ങളിലെ മായം അല്ലേ, എന്താ ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ അല്ലേ, ഫ്യൂവലിൽ എന്തെങ്കിലും മായമുണ്ടോ എന്നിവയൊക്കെ എന്താ ഈ വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഈ പുക പരിശോധനയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ്. സ്മോക്കിംഗ് ടെസ്റ്റിംഗ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ വെഹിക്കിൾ എമിഷൻസ് കണ്ടെയ്ൻ മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഡ്യൂ ടു എൻജിൻ ഫെയിലർ, ഏജ് ഓഫ് വെഹിക്കിൾ ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ കേട്ടോ. 2 വരിയാണ്, 2 വരിയേ ഉള്ളൂ. ആ 2 വരി നല്ലത് പോലെ പഠിക്കണേ നിങ്ങളെ. പുക പരിശോധനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്രയാണ് അല്ലേ, ഇത്രയും ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. അടുത്ത് ഇനി ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണ് നിങ്ങളെ നമ്മുടെ ടെസ്റ്റിൽ നോക്കണേ. എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. എന്തുവാ ഇലക്ട്രിക് വാഹനങ്ങൾ? പച്ച നിറമുള്ള നോക്കണേ, ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം നിങ്ങളെ. പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ EV എന്നെഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. വാഹനങ്ങൾ മൂലമുള്ള വായുമലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ. നോക്കണേ, ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ അറിയണേ നിങ്ങളെ. ഈ വായുമലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. പിന്നെ ഇന്ധനങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായു മലിനീകരണത്തെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇതുകൂടാതെ മറ്റെന്തെല്ലാം രീതിയിൽ നമ്മളുടെ വായു മലിനമാകുന്നുണ്ട് അല്ലേ, നമ്മൾ വായു മലിനീകരണം ഏതെല്ലാം തരത്തിൽ ഉണ്ടെന്നാണ് നോക്കിക്കേ. ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ഇലക്ട്രിസിറ്റി ഓഫ് വർക്കിംഗ്. ഇലക്ട്രിസിറ്റി നോക്കൂ നിങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കാര്യങ്ങളാട്ടോ.
യൂസ് ഇലക്ട്രിസിറ്റി ഫോർ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണിത്. ഡു നോട്ട് എമിറ്റ് കാർബൺ ഓർ സ്മോക്ക് ലൈക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിള്. പെട്രോളോ ഡീസലോ വാഹനങ്ങളെ പോലെ കരിയോ പുകയോ ഒന്നും ഇവ പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാൽ ഈ 2 വരി അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ. അടുത്ത വായു മലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായം എഴുതാനാണ്. വാട്ട് ആർ ദ യുവർ കമൻറ്റ്? നിങ്ങളുടെ കമൻറ്റ് ഓൺ ദ യൂസ് ഓഫ് വെഹിക്കിൾസ് റിഗാർഡിംഗ് എയർ പൊല്യൂഷൻ കൺട്രോൾ. എന്താ നിങ്ങളെ? അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. യൂസ് ഇലക്ട്രിക് വെഹിക്കിൾ. യഥാസമയം വാഹനങ്ങൾ സർവീസ് ചെയ്യുക. സർവീസ് വെഹിക്കിൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫോർ സിംഗിൾ ജേർണി. കേട്ടോ? ഓക്കെ ആണോ? അത്രയും വാഹനങ്ങളെക്കുറിച്ചുള്ള നമ്മൾ ഈ പാഠത്തിനകത്തിൽ കൂടുതലും എന്താ നിങ്ങളെ എയർ പൊല്യൂഷനെ കുറിച്ചാണ് അല്ലേ, വായു മലിനീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ആദ്യം പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അതിനെക്കുറിച്ചാണ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ പ്ലാസ്റ്റിക് കത്തിച്ച് മാത്രമല്ല, വാഹനങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂഷനുണ്ട് അല്ലേ, മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. പിന്നോ ഇപ്പോൾ ഈ വായു മലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഏതെങ്കിലും ഇഷ്ടമുള്ള 2-3 കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാനാണ് പറയുന്നത്. യൂസ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അത് യഥാസമയം ഏത് വണ്ടിയാണെങ്കിലും അത് സർവീസ് ചെയ്യുക. പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഇനി പേജ് നമ്പർ 168 ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങളെ പൈ ചാർട്ട്? ഇതുപോലെ ഒരു നോക്കിയേ. പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം 45% ഉണ്ടെന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും എത്രയൊക്കെ. മാലിന്യങ്ങൾ കത്തിക്കൽ 17%, വാഹനങ്ങൾ 14%, ഡീസൽ ജനറേറ്ററുകൾ ഒരു 9%, വ്യവസായങ്ങൾ ഒരു 8%. കേട്ടോ? ഇംഗ്ലീഷൊക്കെ ഇതിൻ്റെ അറിയാമോ നിങ്ങൾ? അടുത്തത് ഗാർഹിക പാചകം 7%. ഇംഗ്ലീഷ് അറിയാമോ നിങ്ങൾ? അതായത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. കേട്ടോ? ഏതൊക്കെയാ? നിർമ്മാണ ഡസ്റ്റ് പാർട്ടിക്കിൾസും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും 45% പറയുന്നുണ്ട്. ബേണിംഗ് വേസ്റ്റ് അല്ലെ, മാലിന്യങ്ങൾ കത്തിക്കുന്നത് 17%, ഓട്ടോമൊബൈൽ അതാണ് വാഹനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് 14%, ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് 9%, ഇൻഡസ്ട്രി വ്യവസായങ്ങൾ 8%, ഹോം കുക്കിംഗ് ഇല്ലേ, ഗാർഹിക പാചകത്തിന് 7%. ഇതൊക്കെ എന്തോ കൊടുത്തേക്കുന്നത്? നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്നാണ് ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ പൈ ചാർട്ട്? ഓക്കെ. ഏതെല്ലാം രീതിയിലാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്? പൈ ഡയഗ്രാം അടിസ്ഥാനമാക്കി നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായു മലിനമാകുന്ന വിവിധ രീതികളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വായു മലിനീകരണത്തിൻ്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ജലവും ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണത്തിന് വിധേയമാകുന്നുണ്ടോ? ഇനി അടുത്ത നമ്മൾ ജലത്തെക്കുറിച്ചാവും നിങ്ങൾ. ഇതുപോലെ ജലവും എന്തെങ്കിലും തരത്തിൽ മലിനമാകുന്നുണ്ടോ? നോക്കിയേ, ഭൂമിയിലെ ജലം. നോക്കുക, ഭൂമിയുടെ മുന്നിൽ 2 ഭാഗവും ജലമാണെന്ന് നമുക്കറിയാമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയേ. ഹിമം, മഞ്ഞ് വീഴുക, മഞ്ഞുപാളികൾ, പിന്നെ ഇത് സമുദ്രങ്ങൾ, ഇത് നദികളും ഒക്കെയാണ്. അപ്പോൾ നമ്മളോടുള്ള അടുത്ത ചോദ്യം, ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഓൺ എർത്ത്? അടുത്ത ചോദ്യം നിങ്ങൾ നോക്കണേ. ഏതൊക്കെയാ? മഞ്ഞുപാളികൾ, അതായത് ഐസ് ക്യാപ്പ്. പിന്നെ ഹിമാനികൾ എന്ന് വെച്ചാൽ എന്താ? ഹിമാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേസിയേഴ്സ്. പിന്നെ നീരാവി, വാട്ടർ വേപ്പർ. വാട്ടർ ബോഡീസ് ഏതൊക്കെയാ? വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ, അരുവികൾ സ്ട്രീംസ്, നദികൾ റിവർ, ലേക്ക്, സീ അല്ലേ, കായലുകൾ, സമുദ്രങ്ങൾ. ഇതെല്ലാം മലയാളം അറിയണോ നിങ്ങൾ കേട്ടോ? മലയാളവും ഇംഗ്ലീഷും മേലിലും താഴെയും കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് കാണപ്പെടുന്നതെന്ന് കണ്ടോ? ഒരു 4-5 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണേ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. പഠിച്ചല്ലോ. ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. അത്രയും ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിക്കേ, ഒരു മഞ്ഞ ബോക്സ് കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങൾ? വെള്ളം സർവത്ര. ഭൂമിയിലെ ആകെ ജലത്തിൽ, അതൊക്കെ അറിഞ്ഞിരിക്കണേ, നമ്മുടെ ഭൂമിയിലെ ആകെ ജലത്തിൽ 97% 97% ഓഫ് സമുദ്രജലമാണ്. വെറും 3% മാത്രമേ ഉള്ളൂ ശുദ്ധജലം.
കേട്ടോ. അതായത് ഉപ്പ് കലരാത്ത വെള്ളം നമ്മുടെ ഭൂമിയിൽ വെറും 3% മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം സമുദ്രജലമാണ്. ശുദ്ധജലത്തിൽ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. ശുദ്ധജലത്തിൽ നോക്കണേ, ശുദ്ധജലത്തിൻ്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിൻ്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായിട്ട് ഉള്ളത്. നമ്മൾ ജലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോന്നും നല്ലപോലെ ഉപ്പുവെള്ളം നോക്കിക്കേ, കേട്ടോ. ഉപ്പുവെള്ളം ഇവിടെ പടം കൊടുത്തിട്ട് ഭൂമിയിൽ ആകെ ജലത്തിൻ്റെ എന്ന് വെച്ചാൽ മൊത്തം 97% എന്താ സമുദ്രജലമാവും നിങ്ങളെ. ബാക്കി 3% മാത്രമേ ഉള്ളൂ ശുദ്ധജലമായിട്ടുള്ളത്, കേട്ടോ. ശുദ്ധജലം. ഇനി പുഴ അന്നും ഇന്നും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത്. ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കി. ഇവിടെ ഒരു അപ്പൂപ്പൻ നിന്നിട്ട് ഈ പുഴ കണ്ടുകൊണ്ട് പറയുന്നത്, ഈ പുഴയുടെ അവസ്ഥ കണ്ടോ. 169 പേജിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്? ജലാശയങ്ങൾ എങ്ങനെയാണ് മലിനപ്പെടുന്നത്? എങ്ങനെയെല്ലാമാണ് ജലാശയങ്ങൾ മലിനപ്പെടുന്നത്? അടുത്ത ചോദ്യമാണ്, എങ്ങനെയെല്ലാമാണ് ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നാമത്തത് ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ആ പടം കണ്ടിട്ട് അങ്ങ് എഴുതിയാൽ മതി, കേട്ടോ. ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുക. ഡിസ്പോസ് ചെയ്യുക വെച്ചാൽ വലിച്ചെറിയുക. പിന്നെ 2, സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ്, രാസവസ്തുക്കൾ ഒഴുകിയെത്തുക. സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ്, രാസവസ്തുക്കൾ ഒഴുകിയെത്തുക. വാഷിംഗ് ക്ലോത്ത്, വെഹിക്കിൾസ്, കാറ്റിൽ, ഇങ്ങനെയൊക്കെയുള്ള എന്താ തുണി കഴുകുക. വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, കന്നുകാലികൾ, കാറ്റിൽസ്, ഇവയെല്ലാം എന്തുവാ കഴുകുന്നു. അങ്ങനെ. പിന്നെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുറന്നുവിടുന്നു. പിന്നെ ഡ്രൈനേജ് വേസ്റ്റും റീച്ചിങ് വാട്ടർ ബോഡീസ്, ഡ്രെയിനേജുകളൊക്കെ എന്ത് ചെയ്യുന്നു, പുഴയിലോട്ട് തുറന്നു വിടുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്താ ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നത്. ഒരു 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, സ്പില്ലിംഗ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ്, വാഷിംഗ് ക്ലോത്ത്, വെഹിക്കിൾ, കാറ്റിൽസ് എക്സെട്ര, ഫാക്ടറി വേസ്റ്റ്, ഡ്രെയിനേജ് വേസ്റ്റ്, റീച്ചിങ് വാട്ടർ ബോഡീസ്. ഒരു 5 എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ജലാശയങ്ങൾ എങ്ങനെയെല്ലാമാണ് മലിനപ്പെടുത്തുന്നത്. ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്? അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. 18ാമത്തെ ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഇനി ബോക്സിനകത്തിലൊരു ഇത് കൊടുത്തിട്ടുണ്ടോ, യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണെന്ന് കണ്ടോ. ടെസ്റ്റിൽ യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ് കണ്ടോ. എന്താ പറഞ്ഞാൽ ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നമ്മുടെ വെള്ളത്തിലെ ആൽഗ പോലെയുള്ള ജലസസ്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടോ. ആൽഗ പോലെയുള്ള ജലസസ്യങ്ങൾ അവിടെ അമിത വളർച്ചയ്ക്ക് നമ്മുടെ യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ച് ചേർന്ന് ഓക്സിജൻ അമിതമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസവ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്നാൽ? കേട്ടോ, അത് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ടെസ്റ്റ് കിടപ്പുള്ളത് കൊണ്ട് സെപ്പറേറ്റ് എഴുതി. കാരണം ഒരു ബോക്സിനകത്തിൽ അവർ എഴുതിയിട്ടിട്ടുണ്ട്, അതുകൊണ്ടത് സെപ്പറേറ്റ് എഴുതിയിട്ടില്ല കേട്ടോ. അത് നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. എല്ലാവരുടെയും ടെസ്റ്റ് കിടപ്പുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ, വായിച്ചു തരണോ നിങ്ങൾ? ആർക്കെങ്കിലും വായിക്കാൻ അറിയാൻ വയ്യാത്തതുണ്ടോ? വായിച്ചു തരണോ? ഒന്ന് വായിച്ചേക്കാമേ. Excess growth of water plants like alga in water bodies is caused by a phenomenon known as eutrophication. This happens in water bodies where fertilizers containing nitrogen and other similar substances flow in. It is such flowing excess nutrients that causes excessive growth of aquatic plants. These aquatic plants use oxygen dissolved in water excessively. Due to this, the other plants and animals in water die without getting oxygen and the ecosystem that existed in the water body get disturbed. ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. യൂട്രോഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ.
ഓക്കെ ആണല്ലോ. ഇനി പേജ് നമ്പർ 173 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചും ജലമലിനീകരണം നോക്കിക്കേ, വേസ്റ്റ് കൊണ്ട് വെള്ളത്തിൽ കൊണ്ടൊഴിക്കുന്നുണ്ട്. അതാ മുമ്പ് പറഞ്ഞ ഡ്രെയിനേജിൻ്റെ കണ്ടോ. പിന്നെ ഏതാണ്ട് കീടനാശിനികളെ നശിപ്പിക്കുന്നു. പിന്നെ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാസകീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണിത്. മലിനജലം ഓടകളിലേക്ക് ഒഴുകി വിടുക, വേസ്റ്റ് കണ്ട മലിനജലം ഓടകളിലേക്ക് ഒഴുകി വിടുക. അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്. പിന്നെ വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് അല്ലേ. ഇത് കണ്ടോ, ഇതെല്ലാം കണ്ടോ വെള്ളത്തിലോട്ട്, ഇവിടുത്തെ ഇതൊരു വീടാണ്, അതിനകത്തിലെ കണ്ട വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുക. ഇവിടെ കണ്ടോ ഇതിനെല്ലാം ഉണ്ട്, എല്ലാം ഏത് വന്നതും വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നോക്കാം. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട് സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ. ഇവയുടെ പ്രത്യേകത നമ്മൾ ഇനി എഴുതാനുള്ള ഏതാണ് യൂട്രോഫിക് ജലമലിനീകരണത്തിന് കാരണം. അത് നമ്മളിപ്പോൾ പറഞ്ഞു. ജലമലിനീകരണത്തിന് കാരണം വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ എ സ്കൂൾ. വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾ? അതൊരു മാർക്കിന് ചോദിക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഏതൊക്കെയാ? കിണർ, വെല്ല്, ബോർവെല്ല്, കുഴൽ കിണർ, ടാപ്പ് വാട്ടർ എന്ന് വെച്ചാൽ പൈപ്പ് ലൈനാണ് കേട്ടോ. പൈപ്പ് ലൈൻ 3 എഴുതണേ നിങ്ങൾ കേട്ടോ. അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. പിന്നെ അടുത്തത് കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട മാത്രമേ വായിക്കുന്നുള്ളൂ, കാരണം ടെസ്റ്റ് വായിച്ചാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? നമ്മൾ കുടിക്കാൻ വെള്ളം എടുക്കുന്നില്ലേ, അതിൻ്റെ ഗുണങ്ങൾ. ക്വാളിറ്റീസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. നോക്കൂ നിങ്ങളെ. ഒന്ന്, ക്ലിയർ വാട്ടർ ആയിരിക്കണം അല്ലേ, നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളമായിരിക്കണം. കളർലെസ് ആൻഡ് ഓർഡർലെസ്, നിറവും മണവും ഇല്ലാതിരിക്കുക അല്ലേ. വെള്ളത്തിന് നിറവും വേണ്ട, നമുക്കെന്താ മണവും വേണ്ട അല്ലേ. നിറവും മണവും ഇല്ലാതിരിക്കുക. ഫ്രീ ഫ്രം ജേംസ്, രോഗാണുക്കൾ ഇല്ലാതിരിക്കുക. നെയ്തർ അസിഡിക്ക് നോർ ബേസിക്ക്, ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക. പ്രസൻസ് ഓഫ് ഓഡിക്കേറ്റ് മിനറൽ സാൾട്ട്, ആവശ്യത്തിന് ധാതുലവണങ്ങൾ ഉണ്ടായിരിക്കുക. ഇവയാണ് എന്താ ഒരു കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഓക്കെ ആണോ നിങ്ങൾ? 22 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, കുടിവെള്ളം പരിശോധിക്കാം എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. കുടിവെള്ളം പരിശോധിക്കാം, അതായത് കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് താഴെ പറയുന്ന പ്രത്യേകതകൾ പരിശോധിക്കുക. നിറം, മണം, ആസിഡ് ഗുണം, ബേസ് ഗുണം, അലയ മാലിന്യങ്ങളുടെ സാന്നിധ്യം. പരീക്ഷണം ചെയ്യുന്നതിന് എന്തൊക്കെ സാമഗ്രികൾ ആവശ്യമുണ്ട്? ഹാൻഡ് ലെൻസ് പേപ്പർ, ഫിൽറ്റർ പേപ്പർ, സർവേ. അതൊരു പരീക്ഷണമായിട്ടാണ് നിങ്ങൾ, എന്നിട്ട് സ്കൂളിൽ ടീച്ചർ ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുമായിരിക്കും കേട്ടോ. സർവ്വലായകം എന്തൊക്കെയാണെന്നൊക്കെ. ഓക്കെ, അതൊക്കെ നോക്കണം. കുടിവെള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നൊക്കെ കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാം? നമ്മളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വെള്ളം ശുദ്ധീകരിക്കുന്നത്? ആദ്യം അരിച്ചെടുക്കുക അല്ലേ, അരിക്കൽ. പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ അരിച്ച് വെള്ളം എടുക്കുക എന്നുള്ള അല്ലേ. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ താഴെ കൊടുത്തു. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അരിക്കൽ മാത്രമാണോ? നോക്കിക്കേ, എൻ്റെ ആൻസർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് കുടിവെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ കേട്ടോ. ബോക്സിൽ ഈ കളർ കൊടുത്ത് ബോക്സൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നോക്കിക്കേ, 1 തിളപ്പിക്കൽ. നമുക്ക് എങ്ങനെയാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത്? എപ്പോഴും ചൂടുവെള്ളം കുടിക്കുക എന്നുള്ള, തിളപ്പിക്കുക. കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിൻ്റെ സൂക്ഷ്മജീവികളെല്ലാം നശിക്കും, എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഘടകങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. നോക്കണേ നിങ്ങൾ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് വായിച്ച് തരണോ അതിൻ്റെ? അതായത് തിളപ്പിക്കുക എന്നാണ് പറയുന്നത്. തിളപ്പിക്കുമ്പോൾ എന്താണ്? ബോയിൽ ചെയ്യുക. ബോയിലിംഗ് എന്ന് വെച്ചാൽ തിളപ്പിക്കുക അല്ലേ. തിളപ്പിക്കുന്നത് മൂലം എന്താ? ബോയിലിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് will kill the microorganism in the water but dissolve the components in the water will remains. കുറഞ്ഞത് 1 മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കത്തില്ലേ, അത് 1 മിനിറ്റ് എങ്കിലും തിളപ്പിച്ചാൽ അതിലെ സൂക്ഷ്മജീവികളെല്ലാം അല്ലേ, മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെല്ലാം എന്താ നശിച്ചു പോകും, എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങളൊക്കെ നിലനിൽക്കും. ഇനി അരിച്ചെടുക്കും. നോക്കിയേ, ജലത്തിലുള്ള ആലയ മാലിന്യങ്ങളെ അരിപ്പിക്കാൻ ഉപയോഗിച്ച് വേർതിരിക്കുന്നു, എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. ബാക്കിയുള്ള എല്ലാം അതിനകത്ത് കാണുമെന്നാണ് കേട്ടോ. അരിപ്പ ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കുമ്പം അതിനകത്തിൽ എന്താ കുഞ്ഞുങ്ങളെ, അതിനകത്തിലെ ആ വലിയ വേസ്റ്റൊക്കെ അരിപ്പയ്ക്കകത്തിൽ കൂടെ പോകത്തുള്ളൂ അല്ലേ. അതാ പറയുന്നത് എന്താ, സിഫ്റ്റിംഗ് എന്നാണ് കേട്ടോ. അരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഫ്റ്റിംഗ് എന്നാണ്. ബോയിലിംഗ്, ചൂടാക്കുക. അൺഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ ആർ സെപ്പറേറ്റഡ് ബൈ ഫിൽട്ടർ ബട്ട് മൈക്രോബയൽ ആൻഡ് ഡിസോൾവ്ഡ് കോമ്പോണൻസ് ആർ നോട്ട് റിമൂവ്ഡ്. ഇനി
അടിയിക്കൽ നമ്മൾ വെള്ളം കൂടുതൽ കലക്ക വെള്ളമൊക്കെ ഉള്ളവരെന്ത് ചെയ്യുന്നറിയോ, കുറച്ച് നേരം അതിങ്ങനെ എടുത്ത് വെച്ചേക്കും. എന്ന് വെച്ചാൽ അതിനകത്തിലെ അഴുക്കെല്ലാം അങ്ങ് അടിഞ്ഞിട്ട് മേളി തെളിഞ്ഞ വെള്ളം വരാൻ വേണ്ടി അല്ലേ. ജലത്തിലുള്ള അലയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു അല്ലേ. അതിനകത്തിലെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നമ്മൾ കോരുമ്പം ചിലപ്പോൾ അടിയിലൊക്കെ മണ്ണുള്ള ഈ നല്ല ഉണക്കാവുമ്പോഴേ കിണച്ചിലെ വെള്ളം പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. നല്ലപോലെ പറ്റിക്കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന എന്താ ഇച്ചിരി കലക്ക വെള്ളമൊക്കെ ആയിരിക്കും അല്ലേ. അതാ ജലത്തിലെ അലയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ, ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ നമുക്ക് കഴിയില്ല എന്നാ പറയുന്നത് കേട്ടോ. ഏതാ സിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ അല്ല, സെഡിമെന്റേഷൻ അടിയിക്കൽ അല്ല, സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ അടിയിക്കൽ എന്ന് വെച്ചാൽ വേസ്റ്റിനെ എല്ലാം വേസ്റ്റ് എന്ന് വെച്ചാൽ കട്ടിയായ മണ്ണ് അല്ലേ, അതെല്ലാം അടിയിൽ പോകുന്നു. അതാണ്. അടുത്തത് ക്ലോറിനേഷനാണ്. എന്താ, ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താലേ ജലത്തിലെ സൂക്ഷ്മജീവികളൊക്കെ നശിക്കും. പക്ഷേ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല. അതിനകത്തിൽ എന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ എന്താ, ചെറിയ ചെറിയ സൂക്ഷ്മജീവികളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന്. ആഡിങ് സഫിഷ്യൻറ്റ് ക്വാളിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസം ഇൻ വാട്ടർ, ബട്ട് ദ കോമ്പോണൻസ് ഡിസോൾവഡ് ഇൻ ദ വാട്ടർ കാനോട്ട് ബി റിമൂവ്ഡ് അല്ലേ. അടുത്തതാണ് ഡിസ്റ്റിലേഷൻ. എന്താ, ജലം തിളപ്പിച്ച് നീരാവിയാകുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണ് ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാ പറയുന്നത് കേട്ടോ. കാണാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ. ഡിസ്റ്റിലേഷൻ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ബോയിലിംഗ് വാട്ടർ ഇൻ ടു സ്റ്റീം ആൻഡ് കൂളിംഗ് ഇറ്റ് ടു കളക്ട് പ്യൂർ വാട്ടർ അല്ലേ. എന്താ പറയുന്നത്, ഇത് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്നത്, നല്ല ജലം തിളപ്പിച്ച് നീരാവുകയും ചെയ്യുന്നത് എന്താ, അതിനെ ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് വീണ്ടും ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും. ദെയർ വിൽ ബി നോ ഡിസോൾവ്ഡ് കോമ്പോണൻസ് ഇൻ ദ വാട്ടർ കളക്റ്റഡ് ഇൻ ദീസ് വേ. അപ്പോൾ ഈ 4 പേരും ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. കുടിവെള്ള ശുദ്ധീകരണത്തിന് എന്തെല്ലാം മേന്മകളാണ് പറയുന്നത്. മെത്തേഡ് പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. മേന്മകളും പരിമിതികളും ഒക്കെ എന്താ, ഫസ്റ്റ് നമ്മൾ തിളപ്പിക്കൽ എന്ന് പരിപാടിയുണ്ട്, അരിക്കലുണ്ട് കേട്ടോ. അരിക്കുക എന്ന് കേട്ടിട്ടില്ലേ. പിന്നെ അടിയിക്കലുണ്ട്, ക്ലോറിനേഷൻ ഉണ്ട്, ഡെസ്റ്റിലേഷൻ ഉണ്ട് അല്ലേ. ഡിസ്റ്റിലേഷൻസ് ബോയിലിങ്, സിഫ്റ്റിങ്, സെഡിമെൻറ്റേഷന്, ക്ലോറിനേഷന്, ഡിസ്റ്റിലേഷൻ കേട്ടോ. കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉള്ള മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാമുണ്ട് കുടിവെള്ള ശുദ്ധീകരണത്തിന്. കുടിവെള്ളത്തിൻ്റെ ഏതൊക്കെ സവിശേഷതകൾ നമുക്ക് പറയാമെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. മേൽപ്പറഞ്ഞ മാർഗങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും ഏതൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ മാർഗങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ, ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ. നമ്മുടെ വീട്ടിലും തിളപ്പിച്ചാണ് അല്ലേ. തിളപ്പിക്കൽ, അരിയിക്കൽ, അടിയിക്കലും ഒക്കെ നമുക്കും എന്താ വെള്ളമില്ലാത്ത സമയങ്ങളിൽ ഉള്ളതാണ് കേട്ടോ. അടുത്ത മലിനീകരണം. മാലിന്യം വലിച്ചെറിയൽ. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഈ വേസ്റ്റ് കൊണ്ട് എറിയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എറിയുന്നത് മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ വിവരം നമ്മൾ എന്താ കൊടുത്താൽ 2500 രൂപ കിട്ടുമെന്നാണ് കേട്ടോ. പത്രവാർത്തയിൽ ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ സമൂഹത്തിലെ ചിലരുടെ ഇത്തരം ശീലങ്ങൾ ഇങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത്. എങ്ങനെയാണ് അല്ലേ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുന്നൊക്കെയാണ്. വീട്ടിലെ മാലിന്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ. ഇനി നമ്മൾ മാലിന്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. വീട്ടിലെ മാലിന്യങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ, വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ഒരു പട്ടിക നോക്കും. നമ്മൾ കഴിച്ച ഇപ്പോൾ പച്ചക്കറികളുടെ വേസ്റ്റ്, പഴത്തിൻ്റെ തൊലി, പ്ലാസ്റ്റിക് കവർ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താപ്പോട്ടുണ്ട്. ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാലേ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. നമ്മുടെ പഴത്തൊലി എടുത്ത് നമ്മൾ അയ്യത്തെറിഞ്ഞാൽ അത് അതുപോലെ അങ്ങ് കിടക്കുമോ? ഇല്ല, അതങ്ങ് ഉണങ്ങും അല്ലേ. ഒന്നുകിൽ ഉണങ്ങും, അല്ലെങ്കിൽ മഴ പെയ്ത് കുതിർന്ന് ആ മണ്ണുമായിട്ട് അങ്ങ് ചേരും. അത് തന്നെ. അല്ലെങ്കിൽ ഉണങ്ങി ആ മണ്ണുമായിട്ട് അങ്ങ് ചേരും. അത് നമുക്കറിയാം. അതെന്ത് ചെയ്യുന്നു നോക്കൂ കുഞ്ഞുങ്ങളെ. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി, മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലോ, സൂക്ഷ്മജീവികളുടെ ഫലമായി ഇത് വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് നമ്മുടെ മണ്ണിൽ ദീർഘനാൾ കിടന്നാലോ അത് പഴുത്തൊലിയെ പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ?
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ലു കഷ്ണങ്ങൾ, ലോഹങ്ങൾ, ഇലക്ട്രിക് മാലിന്യങ്ങൾ, തെർമോകോള് തുടങ്ങിയവയെ വിഘടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല. ഇവയാണ് അജൈവ മാലിന്യങ്ങൾ. എന്താണ്? ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേട്ടോ. ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. ഞാനത് പറയാം. നമ്മുടെ നോട്ടുണ്ട്. എന്താണ് ഈ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും? നോക്കൂ നിങ്ങളെ, വാട്ട് ആർ ബയോഡീഗ്രേഡബിൾ അല്ലേ? ജൈവ മാലിന്യങ്ങൾ എന്നാൽ എന്താണ്? സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പ്രവർത്തനമാണ് അലിഞ്ഞു ചേരുന്ന മാലിന്യമാണ് ജൈവ മാലിന്യം എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ പഴത്തൊലി ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേരും അല്ലേ? പച്ചക്കറികളുടെ ഇതിട്ട് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അലിഞ്ഞു ചേരും. അങ്ങനെ അലിഞ്ഞു ചേരുന്നതാണ് ജൈവ മാലിന്യം, അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ബയോഡീഗ്രേഡബിൾ. അങ്ങനെയാണെങ്കിൽ അലിഞ്ഞു ചേരാത്തവ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടത് അലിഞ്ഞു ചേരാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? അജൈവ മാലിന്യങ്ങൾ. ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആർ സച്ച് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസ് ആൻഡ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോയിൽ ഡ്യൂ ടു ദ ആക്ഷൻസ് ഓഫ് മൈക്രോബ്സ്. അപ്പം മറ്റേതോ? വേസ്റ്റ് ദാറ്റ് ക്യാൻ നോട്ട് ടു ബി ഡീകമ്പോസ്ഡ് ആൻഡ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോയിൽ ആർ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. ഓക്കെ ആണോ? ഇനി അതിന് നമുക്ക് 2-3 എക്സാമ്പിൾ എഴുതാൻ പറയും കേട്ടോ. എന്താണെന്നറിയോ? ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്, അതായത് ബയോഡീഗ്രേഡബിൾ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ. ഇനി മണ്ണിൽ അലിഞ്ഞു ചേരാത്തത് അല്ലേ? കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതൊക്കെയാണ് നിങ്ങളെ. ഫ്രൂട്ട്സ് പീല്, എന്തെങ്കിലുമൊക്കെ പഴത്തിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് പീൽ എന്ന് വെച്ചാൽ പഴത്തൊലി ആയാലും ഓറഞ്ച് തൊലി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അതും അലിഞ്ഞ് ചെയ്യുന്നത്. പേപ്പർ ഇട്ടാൽ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് അത് കുതുന്നത്. അതുപോലെ തന്നെ കോക്കനട്ട് ഹസ്ക്, തൊണ്ട്, ചിരട്ട ഇങ്ങനെയൊക്കെ ഉള്ളതും മണ്ണിനോട് അലിഞ്ഞു ചേരുന്നവയാണ്. വേസ്റ്റ് ഓഫ് ഫിഷ്, മീറ്റ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഫിഷോ മീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും അതും മണ്ണിനോട് അലിഞ്ഞു ചേരുന്നത്. ഒരു 5-6 പേര് പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കേട്ടോ. മണ്ണിൽ അരിഞ്ഞ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, പിന്നെ തെർമോകോള്, എല്ലാം ഇംഗ്ലീഷും മലയാളം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. തെർമോകോളുകൾ, ബാറ്ററികൾ, കുപ്പികൾ, ലോഹ കഷ്ണങ്ങൾ, ഇതൊക്കെ അതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും കിടന്നോളൂ. അതാണ് അജൈവ മാലിന്യങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും കേട്ടോ. അതുപോലെ തന്നെ അപകടകരമായ ഒരു മാലിന്യം ഹസാർഡസ് വേസ്റ്റ്. അപകടം എന്ന് വെച്ചാൽ ഹസാർഡസ് വേസ്റ്റ് ആണ്. ഇതൊക്കെ ബൾബ്, നമ്മൾ ഈ ബൾബൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എടുത്ത് എന്ത് ചെയ്യും? മയ്യത്തൊക്കെ എടുത്തിടും. അത് ഭയങ്കര അപകടമാണെന്നാണ് പറഞ്ഞത് CFL. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ കണ്ടെയ്നർ, പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ കൊണ്ടിടും. പെസ്റ്റിസൈഡ് കണ്ടെയ്നർ, കീടനാശിനികളുടെ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടിടുക. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കേട്ടോ. ഇതൊക്കെ ഒരു 3 പേര് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. ഹസാർഡസ് വേസ്റ്റ് അല്ലെങ്കിൽ അപകടകരമായ മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു 4-5 പേര് എഴുതി വെച്ചിരിക്കണം. ഓക്കെ ആണോ? 27 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതായത് ഈ ചാപ്റ്റർ ഫുള്ളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാൻ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബൾബുകൾ, ഭക്ഷണാവശേഷം, CFL ലാമ്പ്, കടലാസ്, പേപ്പർ, ഇതൊക്കെ ചുരുക്കി ഞാനങ്ങ് തന്നാവും നിങ്ങളുടെ ബോക്സിനകത്തിൽ. ജൈവ മാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായത് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ആ 3 പറഞ്ഞു അല്ലേ. ജൈവം എന്ന് വെച്ചാൽ മണ്ണിനോട് അലിഞ്ഞു ചേരുന്നത് അല്ലേ. ഇതോ അലിഞ്ഞു ചേരാത്തത്, ഇതോ അപകടകരമാവുന്ന ഹസാർഡസ്. ഇപ്പം 3 പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസറും തന്നതാണ്. പേജ് നമ്പർ 175 കേട്ടോ. അടുത്ത് നോക്കൂ നിങ്ങളെ, നമ്മൾ മാലിന്യ സംസ്കരണം ശാസ്ത്രീയ രീതിയിൽ നോക്കണേ. അത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സോർട്ടിംഗ് വേസ്റ്റ് അറ്റ് ഇറ്റ്സ് ഒറിജിൻ ഇറ്റ്സെൽഫ്? മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? നമ്മൾ ഈ മാലിന്യങ്ങളെ വേർതിരിക്കുമല്ലോ. സ്യൂട്ടബിൾ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡിസ്പോസ് ദം. അവയെ സംസ്കരിക്കാൻ അനുയോജ്യമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും. നമ്മൾ ഈ ഹരിതകർമ്മസേനയുടെയൊക്കെ ആൾക്കാർ വരത്തില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ? അപ്പോൾ അവർ വന്നിട്ട് നമ്മളത് വൃത്തിയായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കോ ഒരിടത്ത് അല്ല അങ്ങനെയൊക്കെ ഉള്ളത് മാറി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർക്കും അത് വളരെ ഉപകാരമാണ്. കാരണം സംസ്കരിക്കാൻ അനുയോജ്യമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. What are the 3 main methods of bio-waste management at household level? ഗാർഹിക തലത്തിലെ ജൈവ മാലിന്യ സംസ്കാരത്തിലുള്ള രീതികൾ നോക്കണേ നിങ്ങളെ. അടുത്തത് ഇനി അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്.
ടെസ്റ്റ് ഫുള്ള് വായിച്ച് എന്താ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ. ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസസംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അത് ചോദിക്കും കേട്ടോ, വളമായിട്ട്. ഇനി ജൈവിക മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അത് ജൈവവളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായ 3 രീതികളാണ് ഉള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാ? മണ്ണിര കമ്പോസ്റ്റിങ്, വായു സമ്പർക്ക കമ്പോസ്റ്റിങ്, ജൈവവാതക അല്ലെ ബയോഗ്യാസ് നിർമ്മാണം കേട്ടോ. അതിലൊന്നാമത്തെയാണ് വെർമിയ കേട്ടോ. വെർമി വെർമി എന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റിങ് കേട്ടോ. വെമി അല്ല, വെർമി. എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിങ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ഈ 3 ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മുടെ ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള രീതി, നമ്മുടെ വീടുകളിൽ ജൈവമാലിന്യങ്ങളെ എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ നോക്കാം. അതിനകത്തിൽ ഒന്നാമത്തെ ആരാ? വെർമി കമ്പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റിംഗ്. നോക്കണേ നിങ്ങളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിര ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും മണ്ണിര, നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഇംഗ്ലീഷിൽ കിടപ്പുണ്ടോ നിങ്ങൾ കേട്ടോ. എന്താണ് ഈ മണ്ണിര കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ വെർമി കൾച്ചർ? നോക്കിയാൽ മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. അതൊക്കെ ഒരു മാർക്കിനൊക്കെയും ചോദിക്കാം കേട്ടോ. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. പിന്നെ അതിൻ്റെ മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതുമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് അത് കേട്ടോ. ഇനി വായു സമ്പർക്കം രണ്ടാമത്തെയാണ്. മണ്ണിര കമ്പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ മണ്ണിര കൊണ്ടുണ്ടാക്കുന്നതെന്ന് പറയാവേ, ക്ലൂ ഒക്കെ പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. അടുത്ത വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്. വായു ചിത്രം നോക്കുകൊണ്ട് ഇവിടെ നോക്കിയേ. ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ജൈവ സംസ്കരണത്തിന് ഉതകും വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുതട്ടുകളായിട്ട് അടുക്കി വെച്ച് ബയോ കമ്പോസ്റ്റർ പിന്നാണ് ഇത്. നോക്കിയേ, തട്ടുതട്ടുകളായിട്ട് വെച്ചേക്കും. ഇതാണ്. ഇനി ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. നമ്മൾ വെർമി കൾച്ചർ അല്ലേ, അതിനെക്കുറിച്ചാണ് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ഇംഗ്ലീഷും മലയാളം ഉണ്ട്. വെർമി കോമ്പോസ്റ്റ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് എർത്ത് വർംസ്. ദിസ് ഈസ് ആൾസോ എ മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. പ്ലാസ്റ്റിക് കണ്ടെയ്ൻസ് ലാർജ് പോട്ട് ആൻഡ് സിമെന്റ് ടാങ്ക് ആർ യൂസ്ഡ് ഫോർ വെർമി കമ്പോസ്റ്റിംഗ്. എർത്ത് വർംസ് ടേക്ക് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ദെയർ എക്സ്ക്രീറ്റ് ടേൺസ് ഇൻ ടു മാന്യൂർ കേട്ടോ. ഓക്കെ, 30 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും നിങ്ങൾ കേട്ടോ. ഇത് ഇച്ചിരി ലോങ് ചാപ്റ്റർ, ഇത്തിരി നോട്ടുള്ള ഒരു ചാപ്റ്റർ കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങളെ. നമ്മളപ്പം ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ഗാർഹികമാണ്. 1 മണ്ണിര കമ്പോസ്റ്റിങ്, 2 വായു സമ്പർക്കാണ്. വായു സമ്പർക്ക കമ്പോസ്റ്റിങ്. 3ാമത്തെ ജൈവവാതക നിർമ്മാണം അല്ലെങ്കിൽ ബയോഗ്യാസ്. നോക്കണേ, ബയോഗ്യാസ് ആരെല്ലാം വീട്ടിലുണ്ടാവും നിങ്ങളെ ഈ ബയോഗ്യാസ് ഇതുണ്ടോ ഉള്ളവരൊക്കെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കേട്ടോ. ഇവിടെ ഇല്ല കേട്ടോ. ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. നോക്കണേ നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. ഇതിൽ മാലിന്യ സംസ്കരണം നടത്തുന്നതിനോടൊപ്പം തന്നെ പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് ഇതിലെ പ്രവർത്തന രീതിയെക്കുറിച്ച് മനസ്സിലാക്കൂ. ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങളെ നമുക്ക് മേൽപ്പറഞ്ഞ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാവുന്നതാണ്. ഓരോ മാർഗ്ഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമല്ലോ. നിങ്ങളുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കാം. കടലാസും കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ അജൈവ മാലിന്യങ്ങൾ എല്ലാം ഒരേപോലെ സംസ്കരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. കനം വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയില്ല. കനം വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിന് ഇത് കാരണമായിരിക്കുന്നു. അതൊരു ചോദ്യമാണ് നിങ്ങളെ. എന്താണ് ബയോഗ്യാസ്? കണ്ടോ, എ ബയോഗ്യാസ് പ്ലാന്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് convert waste into fuel into the absence of oxygen. In this method, along with waste management, cooking gas is also obtained as a product. അപ്പോൾ മനസ്സിലായി. അതായത് ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ഈ സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം തന്നെ പാചകവാത ഉൽപ്പന്നമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഇത് ഇപ്പോൾ ഒരുപാടിടത്ത് ആയിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. ഇത് നല്ലൊരു പരിപാടിയാണ്. സ്ഥലവും ഇതൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നോക്കിയേ കുഞ്ഞുങ്ങളെ, നോക്കിയേ ഇവിടെ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് 3 R's.
കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 3 ആറാണ് കേട്ടോ. 3 ആറും കൊടൈക്കനാലും എന്ന് വെച്ചാൽ 3 കേട്ടോ. 3 6 3 6 3 6 എന്ത് 6 എന്ന് വെച്ചാൽ ഒന്നാമത്തെ 3 6 എന്ന് വെച്ചാൽ 6 റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ആ 6 3 കേട്ടോ. 3 6 എന്ന് വെച്ചാൽ എന്താ 3 R റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കുക, ഉപയോഗം കുറയ്ക്കുക. റീയൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക. റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക. ആ ബോക്സിനകത്ത് കണ്ടോ നിങ്ങളെ ഏതാണ്ട് 3 6 കൊടുത്തേക്കുന്നുണ്ടോ. അതായത് റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോക്കോള്, പ്ലേറ്റുകൾ, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ, ഇതെല്ലാം അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അതാണ് റെഡ്യൂസ് എന്ന പദം കൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി റീയൂസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇതെല്ലാം എന്താ റീയൂസ് പുനരുപയോഗിക്കേണ്ടവയാണെന്നാണ് പറയുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയൊക്കെ ഉണ്ടോ? ഓക്കെ. റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്യുന്ന ലോഹനിർമ്മിത വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഇവയൊക്കെ റീസൈക്കിളാണ് കേട്ടോ. റീസൈക്കിളും റീയൂസ്, റെഡ്യൂസ് 6 ആവും നിങ്ങളെ. അതുകൊണ്ടാണ് അവിടെ 3 6 പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. ഇതിങ്ങനെ കൊടുത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല. നമ്മുടെ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ ഇംഗ്ലീഷിൽ അത് അറിയാവോ നിങ്ങളെ? ഇംഗ്ലീഷിൽ അതിൻ്റെ ചോദ്യം എന്തായിരിക്കും? അത് കണ്ടായിരുന്നല്ലോ. 3 R's ഇൻഡിക്കേറ്റ് ചെയ്ത് എന്താണ് അത് അങ്ങനെ തന്നെ ആവും നിങ്ങളെ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നൊക്കെ കേട്ടോ. പ്ലാസ്റ്റിക് ഇതൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളൂ അത് പറഞ്ഞത് തന്നെ. അടുത്ത ഹരിത കർമ്മസേന മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താ അടപ്പാട ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങൾ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിത കർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ നാടിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ അന്വേഷിച്ച് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനൊക്കെ പറയുന്നുണ്ട്. നോക്കിക്കേ, മാലിന്യമുക്ത ഹരിത വിദ്യാലയം. നിങ്ങളുടെ വിദ്യാലയത്തെ ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം നോക്കൂ നിങ്ങളെ. ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം നോക്കണേ, അത് നടപ്പിലാക്കേണ്ടത് ബയോഗ്യാസ് പ്ലാന്റ് കേട്ടോ. കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം, ഇൻസിനേറ്ററുകൾ എന്നാണ് കേട്ടോ. ഇൻസിനേറ്ററുകൾ അത് അവിടെ എഴുതണേ നിങ്ങൾ. മറ്റേത് ബയോഗ്യാസ് പ്ലാന്റ് ഇംഗ്ലീഷ് ചെയ്താൽ അറിയാമല്ലോ. ഇൻസിനേറ്ററുകൾ സ്പെല്ലിംഗ് ഉൾപ്പെടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം അത് ഹരിതകർമ്മസേനയുടെ സേവനം. ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം, മണ്ണിര കമ്പോസ്റ്റിങ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ നിങ്ങളെ. ഇതെല്ലാം കൂടെ കാരണം ഒറ്റ ലിങ്കിൽ ഇതെല്ലാം കൂടെ പറ്റത്തില്ല. ഇത്രയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മൾ ഫസ്റ്റിൽ എഴുതിയതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതാനാണ്. പിന്നെ ഒരെണ്ണം കൂടെ കൊടുത്തത്, കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിന് കാരണം എന്താണ്? വാട്ട് വുഡ് ബി ദ റീസൺസ് ഫോർ ബാനിങ് ദ പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെരി തിൻ പ്ലാസ്റ്റിക് കവർ? പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ദാറ്റ് ആർ വെരി തിൻ കനോട്ട് ബി റീസൈക്കിൾഡ്. ദ ചേഞ്ച് ഓഫ് ലിറ്ററിങ് തിൻ പ്ലാസ്റ്റിക് ഇൻ എ കോമൺ ടെൻഡൻസി എന്ന് വെച്ചാൽ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കവറുകളൊക്കെ ഇല്ലോ ഞങ്ങളെ 2 രൂപയുടെ 3 രൂപയുടെ ഒക്കെ കവറില്ലേ, അത് നമുക്ക് എന്താ അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയോ? ഇത് വീണ്ടും റീസൈക്കിളിന് പറ്റത്തില്ല. റീസൈക്കിൾ പറ്റാത്തതുകൊണ്ട് എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ആ കവർ അവിടെ കളയാം. അത് ആ മണ്ണിൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതാണ് ഈ പറയുന്നത്, ആ കവർ ഒഴിവാക്കണമെന്ന് പറയുന്നത്. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം എന്ന് വെച്ചാൽ വീണ്ടും അത് ഉപയോഗിക്കാനും ഒട്ടോ കീറി, ഇപ്പം എൻ്റെ ചെവിടെ വല്ലതും പൊട്ടിയെന്ന് വെച്ചോ അല്ലേ, കീറിയെന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമ്മളത് കളയത്തേ ഉള്ളൂ അല്ലേ. അതാ പറയുന്നത്, പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ അത് കഴിയില്ല. ഇവ ഉപയോഗശേഷം വലിച്ചെറിയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കളയുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് നമുക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം നിങ്ങളെ, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്ത് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും 2 എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് നിയന്ത്രിക്കൂ, ഭൂമിയെ രക്ഷിക്കൂ. കൺട്രോൾ പ്ലാസ്റ്റിക്, സേവ് എർത്ത്. മലിനീകരണരഹിത ഭൂമിക്കായി കൈകോർക്കാം. ലെറ്റ്സ് ജോയിൻ ഫോർ പൊല്യൂഷൻ ലെസ് എർത്ത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഞാൻ എഴുതിയിട്ടുണ്ടോ ഞങ്ങളെ. എല്ലാമില്ലെങ്കിലും ഇല്ലയോ ഒരു 75% ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി ഇത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ചാപ്റ്ററിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സ്പീഡിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ക്ഷമിച്ചേക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തായാലും ഇത്രയും മെനക്കെട്ടിരുന്ന് എഴുതിയതല്ലേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.